السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് PSC പഠിതാക്കളെ, ഏറ്റവും അവസാനം നടന്ന HST എക്സാമിലെ അറബിക് ഗ്രാമർ നഹ്വിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ് ഇപ്പം നമ്മളുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, വളരെ ഈസിയായ ബേസിക്കായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ HST എക്സാമിൽ ചോദിച്ചിരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മാ നൗൽ കലിമത്ത് ഖറഅ. മാ നൗൽ കലിമത്ത് ഖറഅ. ഖറഅ എന്നുള്ള കലിമത്തിന്റെ നൗഅ് ഏതാണ് എന്നാണുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഫിഇലാണ്. ഖറഅ എന്നുള്ളത് ഫിഇലാണ്. ഇസ്മ എന്താണ്, ഫിഇൽ എന്താണ്, ഹർഫ് എന്താണ്, മസ്ദർ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇസ്മ ഒരു മാനയുടെ മേൽ അറിയിക്കും, ഒരു ജമന്റെ മേൽ ജമനോട് കൂടെ ആയിരിക്കില്ല, കൂടെ ഒരു ജമൻ ഉണ്ടാവുകയില്ല. മുഹമ്മദ്, മുഹമ്മദ്, എപ്പോൾ മുഹമ്മദ് എന്നില്ലല്ലോ. കിതാബ്, കിതാബ്, ഇന്നലെ കിതാബ്, നാളെ കിതാബ്, ഇപ്പോൾ കിതാബ് എന്നൊന്നുമില്ല. ഒരു ജമനുമായിട്ട് അന്വരിച്ചിട്ടില്ല, കൂടി വന്നിട്ടില്ല. അത് ഇസ്മാണ്. ഇനി ഫീലോ, ഒരു ഹദസ്, ഒരു ക്രിയ, ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കും, അതോടുകൂടെ ഒരു ജമനോട് കൂടെയാണ് വരിക. മാദി, ഹാദിർ, മുസ്തഖ്ബിൽ പോലത്തെ, കതബ, യക്തുബു, ഉക്തുബ് പോലെ നമുക്കറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇനിയുള്ള എക്സാമുകളിൽ എങ്ങനെയെങ്കിലും തിരിച്ചും മറിച്ചും ചോദിക്കുകയാണെങ്കിൽ ആൻസർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാണ്. ഹർഫ് എന്നാൽ അത് മറ്റൊന്നിനോട് കൂടെ മാത്രമേ ഒരു അർത്ഥം കിട്ടുള്ളൂ, മറ്റൊന്നിനോട് കൂടെ മാത്രമേ അർത്ഥം കിട്ടുള്ളൂ. ഫി അല, ഫി എന്നുള്ളത് നമ്മൾ ശരിക്കും അർത്ഥം വെക്കണമെങ്കിൽ ഫിൽ ബൈത്ത്, അല ത്വാവില എന്ന മറ്റൊരു ഇസ്മ കൂടെ വരണം. യെസ്, മസ്ദർ നമുക്കറിയാം. നമ്മൾ ഫിഇലിന്റെ ഹദഫും സമാനുണ്ടല്ലോ, അതിൽ സമാൻ ഒഴിവാക്കിയാൽ ഹദഫിന്റെ മേൽ, ഒരു പ്രവൃത്തിയുടെ ക്രിയയുടെ മേൽ മാത്രം അറിയിക്കുകയാണെങ്കിൽ അത് മസ്ദറാണ്. കത്തപ്പൻ്റെത് കിതാബത്ത്, എഴുത്ത്. ജലസൻ്റെത് ജുലൂസ്, ഇരുത്തം. ഖറഅ, ഖറഅന്റെ ഖിറാഅത്ത്, വായന. ഈ പ്രത്യേക മസ്ദറുകൾ നോക്കി വെക്കണം. എൻ്റെ ഒരു പ്രതീക്ഷയിൽ വരുന്ന എക്സാമിൽ മസ്ദറിനെ കുറിച്ച് പ്രയറായ അല്ലെങ്കിൽ ഡീപ്പ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, അൽ മുബ്തദഉ ഫിൽ ജുംല അൽ വലദു നായിമുൻ. വലത്, അൽ വലദു നായിമുൻ. അൽ വലദു എന്നുള്ളതാണ് മുബ്തദ. യെസ്, മുബ്തദ നമുക്കറിയാം. അതിന്റെ തഅരീഫ് അറിയാത്തേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇസ്മുൻ മർഫൂഉൻ യഅതി ഫി ബിദായത്തിൽ ജുംല ഇസ്മിയ്യ. ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിൽ വരുന്ന മർഫൂഅ ഇസ്മാണ്. നമ്മളുടെ സംസാരം തുടങ്ങും നമ്മൾ ലിനതഹദ്ദസ അൻഹു എന്നാണ്. ആരെ തൊട്ടാണോ, എന്തിനെ തൊട്ടാണോ സംസാരിക്കുന്നത്, ആ ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വസ്തുവായിരിക്കും മുബ്തദ. അൽ വലദു നായിമുൻ. അൽ വലദു മുബ്തദാണ്, നായിമുൻ ഖബറാണ്. യെസ്, അസ്മാഉൽ ഖംസ നമുക്കറിയാം. നമ്മൾ നഹ്വ് പഠിച്ചു തുടങ്ങുന്നത് തന്നെ മുബ്തദ, ഖബർ, അസ്മാഉൽ ഖംസ അല്ലെങ്കിൽ മറ്റു ഫുറൂഇ ഇറാബുകൾ വെച്ചിട്ടാണ്. അസ്മാഉൽ ഖംസയിൽപ്പെട്ടത് ഇതിൽ അബൂക്ക, അബൂക്ക എന്നുള്ളതാണ്. അസ്മാഉൽ ഖംസയിൽപ്പെട്ടത് അബൂക്കയാണ്. അസ്മാഉൽ ഖംസ അബ്, അഹ്, ഹമ്, ഫു, ദു, 5 എണ്ണമാണ്. നമുക്കറിയാം, അബ്, അഹ്, ഹമ്, ഫു, ദു. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല, ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റി അയക്കുകയല്ല. ജസ്റ്റ് ഒന്ന് എക്സാമിന് ചോദിച്ചത് കൊണ്ട് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചർച്ച ചെയ്യുന്നതാണ്. യെസ്, അസ്മാഉൽ ഖംസ അബ്, അഹ്, ഹമ്, ഫു, ദു. ഇതിൽ ഇഅ്റാബ്, വാവ് കൊണ്ട് റഫ്, ജാഅ അബൂക. അലിഫ് കൊണ്ട് നസ്ബ്, റഅയ്തു അബാക. യാവ് കൊണ്ട് ജർ, മറത്തു ബി അബീക. ഇവിടെ ചോദിക്കാനുള്ള ഒരു സാധ്യത ഇനി താഴെ പറഞ്ഞതിൽ അസ്മാഉൽ ഖംസയിൽ പെടാത്തത് ഏത്, പെട്ടത് ഏത്, ആ രൂപത്തിലെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഇഅ്റാബ് നമുക്ക് അറിയാം, നന്നായി അറിയാം. എന്നാലും നിങ്ങളോട് പറയാണ്, അസ്മാഉൽ ഖംസയുടെ ഇഅ്റാബ് ഒക്കെ എന്തായാലും തലേന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇങ്ങനത്തെ സിമ്പിൾ ആയതാണ് നമ്മളുടെയൊക്കെ
കൺഫ്യൂഷൻ ഒന്ന് തെറ്റിപ്പോവാറുള്ളത്. ഇതിൽ ഫിഇലി ഏത്? അയ്യുമിനൽ ജുമൽ ഫിഇലിയ. ഇതിൽ ഫിഇലിയായ ജുംല ഏതാണ്? അതെ, നമുക്കറിയാം. ഇതിൽ ഫിഇലിയായ ജുംല ഖറഅ മുഹമ്മദുൻ അൽ കിതാബ. ഖറഅ മുഹമ്മദുൻ അൽ കിതാബ. ഫിഇൽ കൊണ്ട് തുടങ്ങുന്നത് ഫിഇലിയായ ജുംല. അൽ ജുംലത്തുൽ ഫിഇലിയ ഹിയ അല്ലതി തബ്ദഉ ബിഫിഇലിൻ. ഖറഅ മുഹമ്മദുൻ അൽ കിതാബ ബദഅത് ബിൽ ഫിഇലി. ഖറഅ എന്ന ഫിഇൽ കൊണ്ട് തുടങ്ങിയത്. അത്വാലിബു ജുംല ഇസ്മിയാണ്. അത്വാലിബു നശീതുൻ ജുംല ഇസ്മിയാണ്. അൽ മത്റു ശദീദുൻ ജുംല ഇസ്മിയാണ്. അൽ ബാബു മഫ്തൂഹുൻ ജുംല ഇസ്മിയാണ്. ഇതൊക്കെ ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. ഖറഅ മുഹമ്മദുൻ അൽ കിതാബ ഫീൽ കൊണ്ട് തുടങ്ങി, അതുകൊണ്ട് ഫീലിയായി. അതെ, എന്നാൽ ഇതിൽ മുത്തസിലായ ദമീർ അതാ. ഇവിടെ മുത്തസിലായ ദമീറാണ് ചോദിക്കുന്നത്. മുത്തസിലായ ദമീർ നമുക്കറിയാം ത എന്നുള്ളതാണ്. മുത്തസിലായ ദമീർ അന ദമീർ മുൻഫസിലാണ്. ഹുവ ദമീർ മുൻഫസിലാണ്. ഹിയ ദമീർ മുൻഫസിലാണ്. ക ദമീർ മുത്തസിലാണ്. ഇവിടെ ഇനിയുള്ള എക്സാമ്പിളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രൂപം താഴെ പറയുന്നതിൽ ഏതാണ് മർഫൂവിന്റെ ദമീർ, മൻസൂബിന്റെ ദമീർ എന്ന് ചോദിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പഠിച്ചു വെക്കണം. ഹുവ ഹുമാഹും, യ ഹുമാഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അനാ നഹ്നു. ഇതൊക്കെ മർഫൂവായ ദമീറുകളാണ്, മുൻഫസിലായ മർഫൂവായ ദമീറുകളാണ്. ഇതിന്റെ മൻസൂബായ ദമീർ ഏതൊക്കെയാണ്? ഇയാഹു ഇയാഹുമ ഇയാഹും, യസ് ഇയാഹ ഇയാഹുമ ഇയാഹുന്ന, ഇയാക്ക ഇയാക്കുമ ഇയാക്കും, ഇയാക്ക് ഇയാക്കുമ ഇയാക്കുന്ന, ഇയായ ഇയാണ്. യെസ്, അത് മാറിപ്പോരുത്. ഹുവ ഹുമാഹും എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന തൈക്കിതിനു വേണ്ടിയൊക്കെ പറയുന്ന ലമീറുകൾ, അത് മർഫൂആയ ലമീറാണ്, മുൻഫസിലായ മർഫൂആയ ലമീറാണ്. ഇയാഹു ഇയാഹുമ എന്ന് വരുന്ന ഈ തുടക്കത്തിൽ വരുന്നത് മൻസൂബായ ലമീറുകളാണ്. അത് പഠിച്ചു വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. എന്നാൽ ക്വസ്റ്റ്യൻ കേട്ട് കണ്ടാരും ഞെട്ടി ബോധം കിട്ടി വെക്കരുതേ. അൽഫിയുൽ ജലസ, അൽഫിയുൽ ജലസ മുതാദ്ദിയാണോ? ജലസ ഇരുന്നു മുതാദ്ദിയാണോ? അല്ല. അമ്രാണോ? അല്ല. അൽ മജ്ഹൂൽ, യെസ്, അല്ല. മജ്ഹൂലും അല്ല, ലാസിമാണ്. ജലസ എന്നുള്ളത് ലാസിമാണ്. എന്താണ് ലാസിമ്? മഫൂലിലേക്ക് ആവശ്യമില്ലാത്തത്. ജലസ ത്വാലിബു. മുതഅദ്ദി എന്താണ്? മുതഅദ്ദി എന്ന് പറഞ്ഞാൽ ഒരു മഫൂൽ എന്തായാലും ഉണ്ടാവണം, എന്നാലേ നമുക്കൊരു പൂർണ്ണമായ അർത്ഥം കിട്ടുള്ളൂ. അമ്ർ എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫായിലിന് ആവശ്യമില്ലാത്തതാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. അയ്യുമിൻഹു അൽ ജുമൽ അത്താലിയ തബ്ദു ബിനാസിഖ്. ഇവിടെ നാസിഖായ ഫിഅല് കൊണ്ട് തുടങ്ങിയത് അല്ലെങ്കിൽ നാസിഖ് കൊണ്ട് തുടങ്ങിയത് ഒറ്റൊന്നുള്ളൂ. അതൊക്കെ നാസിഖ് എന്താണെന്ന് അറിയാത്തവർക്ക് പോലും വായിച്ചാൽ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാനൽ ജബ്ബു ജമീലൻ, കാനൽ ജബ്ബു ജമീലൻ. നാസിഖിന്റെ ഡീറ്റെയിൽഡ് ആയ ക്ലാസുകൾ, ഒന്നിലധികമോ ക്ലാസുകൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നാസിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലോകീയ അർത്ഥം എന്താ? റാഫിഅ, ഉയർത്തുന്നത് എന്നാ. നാസിഖ് എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നത്. മുബ്തദ ഖബറിന്റെ ഹുക്മുകളെ ഉയർത്തി മറ്റൊരു ഹുക്മ നൽകും. അതിനാണ് നാസിഖ് എന്ന് പറയാ. കാനാഹവാത്ത് ഉണ്ട്, ഇന്നാഹവാത്ത് ഉണ്ട്, മറ്റ് ലന്നാഹവാത്ത് പോലത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. കാനാഹവാത്ത് മുഴുവനായിട്ട് നോക്കി വെക്കണം. ഒരു ചോദ്യത്തിന്റെ സാധ്യത കാനാഹവാത്തിൽ പെടാത്തത് ഏത്? ഇന്നാഹവാത്ത് നോക്കി വെക്കണം. ഇന്നാഹവാത്തിൽ പെടാത്തത് ഏത് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, മാനൗൽ ജം ഫി കലിമത്തി മുഅല്ലിമൂൻ. മുഅല്ലിമൂനയിലെ ജം എന്താണ്? മുഅല്ലിമൂനയിലെ ജം എന്താണെന്ന് ചോദിച്ച് ബി ഓപ്ഷനിലത് മുഫ്രദ് എന്നാണ് അല്ലെ. വായിക്കാൻ അറിയുന്നവർക്ക് ബി അല്ല എന്നെന്തായാലും അറിയാം. മുഅന്നസ് അല്ല എന്നുള്ളതും ആർക്കും പെട്ടെന്ന് കിട്ടും. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക തക്സീർ ആണോ ജമ്മു മുദക്കർ സാലിമാണോ എന്നുള്ളതിലെ ചെറിയൊരു കൺഫ്യൂഷൻ. അതൊന്നും കൺഫ്യൂഷൻ വരില്ല, എന്നാലും അഥവാ വന്നു പോയാൽ അതേ വരികയുള്ളൂ. അതൊന്നും വരാൻ സാധ്യത കുറവാണ്. ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്കറിയാം ജമ്മു മുദക്കർ സാലിം അതല്ല അക്സർ മിൻ ഇസ്നൈനി ബിസിയാദത്തി വാവിൻ വനൂനി ഔ യാഇൻ വനൂനി അലാ മുഫ്രദിഹി. മുഫ്രദിന്റെ മേൽ ഇപ്പൊ മുസ്ലിം
അതിനോട് കൂടി മുസ്ലിമൂന വാവിനൂനും കൊടുത്തു, അല്ലെങ്കിൽ മുസ്ലിമീന യാവിനൂനും കൊടുത്തു. അങ്ങനെ വരുന്ന ജമ്മുകൾക്കാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയാ. ഈ സാലിം എന്ന് ഇതിന് പേര് വരാൻ കാരണം എന്താ? ഇപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞു നമ്മൾ ജമ്മു മുസ്ലിമൂന എന്നാക്കി. ഈ ബേസിക് ഫോമായ മുസ്ലിം എന്ന ആ വേർഡ്സുകൾക്കിടയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ജമ്മാക്കുമ്പോ? ഇല്ലല്ലോ. ചില ജമ്പുകൾ വരുമ്പോ അങ്ങനെ ഇടയിൽ ചില അക്ഷരങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ടി വരും. ത്വാലിബിന്റെ ജമ്മ എന്താ? തുല്ലാബ്. അപ്പൊ ഇടയിൽ ഒരു കട്ടിങ് നടത്തി, ത്വാ, പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഷെദ്ദും ഒരു അലിഫ കൂട്ടിക്കൊടുത്തും ചെയ്ത്, കുറച്ച് കുറച്ചും ചെയ്ത് കൂട്ടും ചെയ്തു. റജുല്, റജുലിന്റെ ജമ്മ എന്താ? റജുലുൻ, യെസ്, റിജാല്. ഇടയിൽ ഒരു അലിഫ് കൂട്ടിയില്ലേ? അപ്പോ അവസാനം വാവിനൊന്നും കൊടുക്കാതെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് ബേസിക് ഫോം പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ചാൽ ജമ്മു തക്സീറായി. പൊട്ടിക്കാതെ എക്സ്ട്രാ ഫിറ്റിംഗ് കൊടുത്താലോ വാവുന്നൂനും അല്ലെങ്കിൽ യാവുന്നൂനും, ബേസിക് എലിമെന്റ് കഴിഞ്ഞിട്ട് വാവുന്നൂനും യാവുന്നൂനും കൊടുത്താൽ അതിന് ജമ്മു മുദക്കർ സാലിം എന്നും പറയും. യെസ്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മുഅല്ലിമൂന ജമ്മു മുദക്കർ സാലിമാണ്. എന്നാൽ ഈ ഏത് കലിമത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്? ഫി എന്നുള്ളത് അത് കലിമത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഈ ക്വസ്റ്റ്യൻ തന്നെ നേരെ ഫിഅലിന്റെ ഒരു ഉദാഹരണം കൊടുത്ത് ചോദിച്ചു, ഖറ. എന്നിട്ട് പിന്നെ അതേ ക്വസ്റ്റ്യൻ ഹർഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കം കിതാബൻ ഖറഅത എന്നുള്ളത് നൗ കം ഹുന ഹുവ കം കിതാബൻ ഖറഅത, അതിൽ കം എന്നുള്ളതിന്റെ നൗ ഇവിടെ ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇസ്തിഫാമിയാണ്. കം കിതാബൻ ഇസ്തിഫാമിയാണ്. യെസ്, ഇസ്തിഫാമി ഖബരി, ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തിഫാമി എന്ന് പറഞ്ഞാല് തഹ്താജുൽ ജവാബിൻ, ഒരു ജവാബിന് വേണ്ടിയിട്ട് ഒരു ചോദ്യമായിട്ട് വരുന്നതാണ് ഇസ്തിഫാമി. ഇവിടെ ശ്രദ്ധിക്കണം, അതിന്റെ തമീസ് മൻസൂബായിരിക്കും, മുഫ്രദായിരിക്കും. കം ത്വാലിബൻ ഹളറ. ഇനി ഖബരിയ ഒരു കമ്മുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? ലിദ്ദലാലത്ത് അൽ കസ്റ, കസ്റത്തിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. അത് ജവാബിന് വേണ്ടിയല്ല. ഒരുപാട് നമ്മളൊരു സ്കൂളിൽ പോയി, അവിടെ ഒരുപാട് കുട്ടികളെ കണ്ടു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ത്വാലിബിൻ, കം ത്വാലിബിൻ മൗജൂദ്. എത്ര കുട്ടികളാണ്? നമുക്ക് അറിയായിട്ടാണോ? നമുക്കറിയാം, പക്ഷെ അത്ഭുതത്തോടെ ചോദിക്കാണ്, ഉത്തരത്തിന് വേണ്ടിയല്ല. അവിടെ ഖബരീന് മുഫ്രദും മജ്റൂറുമായിരിക്കും അതിന്റെ തമീസ് വരിക. കം കിതാബിൻ ഖറഅതു, ഞാൻ എത്ര കിതാബാ വായിച്ചത്, അല്ലേ? ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കം കിതാബിൻ ഖറഅത എന്നാണ് ചോദിച്ചതെങ്കിൽ അവിടെ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? കം കിതാബിൻ ഖറഅത എന്നാണെങ്കിൽ യെസ്, ഖബരിയാണ്. ആ തമീസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ടൈം വേസ്റ്റ് ആക്കാതെ പോവാം. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ? പിന്നെയും ഇടയ്ക്കൊരു നമ്മളെ ഞെട്ടിക്കാണ്. അലാമത്ത് റഫിൻ ഐബി ഫായിൽ ഇതാക്കാണ് ജമ്മു മുദക്കർ സാലിം. ജമ്മു മുദക്കർ സാലിമിന്റെ ജമ്മു മുദക്കർ സാലിമായി വന്നാൽ അവിടെ നായിബ് ഫായിലിന്റെ ഇറാബ് എന്താണ്? നായിബ് ഫായിലായി വന്നാൽ നായിബ് ഫായിലിന്റെ ഇറാബ് നമ്മൾ പഠിക്കണം. റഫാണ്, ഫായിലിന്റെ പകരം വരുന്നതാണ്. അത് ജമ്മു മുദക്കർ സാലിമിൽ വരുമ്പോ യെസ്, വാവ് കൊണ്ടാണ്. നമുക്കറിയാം ജമ്മു മുദക്കർ സാലിമിന്റെ ഒക്കെ ഇറാബ് നമ്മൾ പഠിക്കുന്നതാണ്. യെസ്, റഫിന്റെ അവസരത്തിൽ, ഓരോന്നിന്റെ അവസരത്തിൽ അത് മാറും. കൂടുതലും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ, പറയേണ്ട ആവശ്യമില്ല. റഫിന്റെ അവസരത്തിൽ വാവ് കൊണ്ട് ലാൽ മുഅല്ലിമൂന, നസ്ബിന്റെ അവസരത്തിൽ യാ കൊണ്ട് റഅയ്തുൽ മുഅല്ലിമീന, ജറിന്റെ അവസരത്തിൽ യാ കൊണ്ട് മററതു ബിൽ മുഅല്ലിമീന. ഡീറ്റെയിൽ ആവശ്യമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫീ ഖൗലിന ഇന്നഹു അൽ ഇൽമു നൂറുൻ നൗ ഇന്നഹു. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ നഫി ആണെന്ന് ആരെങ്കിലും പറയോ? ഫിഇലാണെന്ന് ആരെങ്കിലും പറയോ? ഇന്നഹു മൗസൂൽ ആണെന്ന് ആരെങ്കിലും പറയോ? പിന്നെ ഒരു ഓപ്ഷനല്ല അവിടെ ഉള്ളൂ. ഹർഫു തൗക്കീദാണ്, നെസ്ബാണ്. നെസ്ബിന്റെ തൗക്കീദിന്റെ
ഹർഫാണ്. യെസ്, അവിടെ അഹവാത്തു ഇന്നയുടെ അഹവാത്ത് നോക്കി വെക്കണം. ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. അതിൽ ഇന്നയുടെയും അന്നയുടെയും അർത്ഥം തൗക്കീദാണ് നമുക്കറിയാം. കഅന്ന തഷ്ബീഹ എന്നും അറിയാം. മറ്റു മൂന്നും അതിലേതെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാക്കിന്ന ഇസ്തിദ്റാക്കിനാണ്, ലൈത്ത തമന്നിക്കാണ്, ലഅല്ല തറജിക്കാണ്. ഓക്കെ, ഇതിൽ ലൈത്ത ലഅല്ല എന്താ വ്യത്യാസം? തമന്നി തറജി അത് രണ്ടും എന്താണ്? തമന്നി എന്ന് പറഞ്ഞാല് നത്ലുബു ശൈഅൻ സുഅബൻ, കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക. അത് മുസ്തഹിൽ അല്ലെങ്കിൽ അസംഭവ്യാണ്, കിട്ടൂല എന്ന് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ പറക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാതെ ഞാൻ പറയാണ് ലൈതനി അത്യുർ ഫിസ് സമാ, ഞാനൊന്ന് ആകാശത്തിൽ ഇപ്പൊ പറന്നിരുന്നെങ്കിൽ. പ്രതീക്ഷയില്ലാതെ പറയുമ്പോ അത് തമന്നിയാണ്. തറജി ആകുമ്പോഴോ സാധ്യതയുള്ളതിനെ നമ്മൾ പ്രതീക്ഷിക്കാം. ലഅല്ലൽ മത്തറ യൻസിലു, ചൂടുകൊണ്ട് പൊരിയുമ്പോ ചെറിയൊരു കാർമേഘത്തിന്റെ ചെറിയൊരു പൊട്ടിങ്ങനെ ആകാശത്ത് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കൂലേ, ലഅല്ലൽ മത്തറ യൻസിലു. അത് പ്രതീക്ഷയോടെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. യെസ്, നമുക്ക് മെല്ലെ മുന്നോട്ട് പോവാം. അൽ കിതാബ് മുഫീദുൻ, അൽ ഇറാബ് സ്വഹീഹ്, സ്വഹിയായ ഇറാബ് തരണം കേട്ടോ. സ്വഹിയായ ഇറാബ് അൽ കിതാബ് മുഫീദ് എന്നുള്ളതിന്റെ അതിൽ മുഫീദിന്റെ സ്വഹിയായ ഇറാബ് ഖബറാണ്. ഖബർ നമുക്കറിയാം, ഖബർ എന്ന് പറഞ്ഞാൽ മുബ്തദയുടെ പൂർത്തീകരണത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അത്വാലിബ് മുജ്തഹിദുൻ, അതിൽ മുജ്തഹിദ് ഖബറാണ്. കൂടുതലൊന്നും വേണ്ടി ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. യെസ്, മിൻ അദവാത്തുൽ ജസ്മി, ഇതിൽ ജസ്മിന്റെ അദവാത്ത് ഏതാണ്? ഇതിൽ ജസ്മിന്റെ അദവാത്ത് നമുക്കറിയാം. കറക്റ്റ് ആൻസർ ബി ആണ്. ഇൻ, ലൻ എന്നുള്ളത് നസ്മിൻ്റെതാണ് നമുക്കറിയാം. അൻ ലൻ കൈ ഇതൻ, അൻ ലൻ കൈ ഇതൻ നസ്മിൻ്റെതാണ്. എന്നാൽ ഇൻ ജസ്മിൻ്റെതാണ്. നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പ് അത് തഹ്ഖീഖ് തഖ്ലീലിന് വരും. അത് മുളാരിന് മുമ്പ് വരികയാണെങ്കിൽ തഖ്ലീൽ, അത് യഫ്അലു അവൻ പ്രവർത്തിച്ചേക്കാം. മാളിയുടെ മുമ്പ് വരികയാണെങ്കിൽ അത് ഫഅല തീർച്ചയായും അവൻ പ്രവർത്തിച്ചു. മാളിയുടെ മുമ്പ് വരുമ്പോ തഹ്ഖീഖ് തീർച്ചയായും അർത്ഥം വരും. മുളാരിന് മുമ്പ് വരുമ്പോ ചിലപ്പോൾ എന്നർത്ഥം വരും. ഹൽ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ജസ്മിന്റെ അദാത്തുകള് ഇൻ, ലം, ലമ്മ, ല, അന്നാഹിയ. ഇവിടെ ഒരു ലാമുൽ അമ്രും കൂടി ചിലതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇൻ, ലം, ലമ്മ, ലാമുൽ അമ്ര, ലാലിൻ നഹി. ലാമുൽ അമ്രും കൂടി വരാറുണ്ട്. ഇതിന്റെ ആൻസർ എന്താ? ജുമലി അത്താരിയ ഫിഹ തമ്മീസുൻ. ഇതിൽ തമ്മീസ് ഉള്ളത് ഏത്? അതെ, ഇതിൽ തമ്മീസ് ഉള്ളത് ഓപ്ഷൻ എ ആണ്. വേറെ ഒരു ഓപ്ഷൻ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ പോലും ഒരു ഓപ്ഷൻ ഇതിലില്ല. ജാ മുഹമ്മദുൻ, തമ്മീസിനുള്ള ഒരു സ്കോപ്പ് വേണ്ടേ? അൽ മാവ് ബാരിദുൻ, സ്കോപ്പ് വേണ്ട തമ്മീസിന്. അത്തുല്ലാബ് ഫിൽ മദ്രസ, തമ്മീസിന് സ്കോപ്പ് വേണ്ട. ഒരു മഫൂലോ ഒരു ഹാലോ എന്തെങ്കിലും കൊടുത്ത് കൺഫ്യൂഷൻ ആക്കണ്ടേ? അതിനൊരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എ ആൻസർ കൊടുക്കാം. തമ്മീസ് എന്ന് പറഞ്ഞാല് ഒരു നിക്ര ഇസ്മായിരിക്കും. മുമ്പുള്ളതിന്റെ അവ്യക്തതയെ വിശദീകരിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ഇഷ്തറൈതു 20, ഞാൻ 20 വാങ്ങി. 20 എന്ത്? സ്വർണമോ വെള്ളിയോ ഷവർമയോ അൽഫാമോ തന്തൂരിയോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോഴാണ് കിതാബൻ, ഒന്നുമല്ല കിതാബ്. യാ ലൈത ശബാബ യഊദു യൗമ, യാ ലൈത നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. കൂടുതൽ ടൈം പോക്കേണ്ട ആവശ്യമില്ല. തമന്നിയാണ്, തമന്നി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ്തിഗ്ഫാർ. ആൻസർ മസ്തർ ആണ്. ഇസ്തിഗ്ഫാർ ഫിഅലാവോ ഇസ്മു ഫായിലാവോ ഇസ്മു മഫ്ഊലാവോ? ഫിഅലാവണമെങ്കിൽ ഇസ്തഗ്ഫർ വേണം. ഇസ്മു ഫായിലാണെങ്കിൽ മുസ്തഗ്ഫിർ വേണം. ഇസ്മു മഫ്ഊലാണെങ്കിൽ മുസ്തഗ്ഫർ വേണം. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ശുക്രൻ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.